നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. PV കുൽക്കർണി, മനീഷ് മന്ദാരെ, മനീഷ ഹവൽദാർ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. NTA ഉദ്യോഗസ്ഥരുടെ പേരുകൾ കുറ്റപത്രത്തിൽ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുണ്ട്. ബാലഗോപാൽ, രാജ്യത്താകെ വലിയ പ്രതിഷേധമുണ്ടായ വിഷയമാണ്. എത്രയും വേഗം ഇതിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും അനിവാര്യമായ കാര്യമാണ്. എങ്ങനെയാണ് CBI അന്വേഷണം പോകുന്നത്? കേന്ദ്രം ഇക്കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും പരിശോധനകൾക്കോ ഒക്കെ തയ്യാറാകുന്നുണ്ടോ? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ ചടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം വരുന്ന വെള്ളിയാഴ്ച ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസിൽ ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ CBI തീരുമാനിച്ചിരിക്കുന്നത്. 3 അധ്യാപകർക്കെതിരായിട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. PV കുൽക്കർണി, മനീഷ മന്ദാരെ, മനീഷ ഹവൽദാർ എന്നീ 3 അധ്യാപകരുടെ പേരിലായിരിക്കും, അവരുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുന്നത്. ഇവരാണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ പേപ്പറുകൾ ചോർത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 അധ്യാപകർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ NDAയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ പേരോ മറ്റോ കുറ്റപത്രത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഈ CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പക്ഷേ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം CBIയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഭാവിയിൽ ആ പേരുകളും ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതയുണ്ട്. വരുന്ന വെള്ളിയാഴ്ച ഒരുപക്ഷെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം സത്വരമായ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന ഒരു കാര്യം CBIക്ക് ഒരുപക്ഷെ കേന്ദ്രത്തിന് സുപ്രീം കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും അന്വേഷണം ഏറ്റെടുത്ത് 20 ദിവസമാണ് ഇന്ന്. ഇതിനിടയിലാണ് ഇത്ര വളരെ ചടുലമായ നീക്കങ്ങൾ ഇപ്പോൾ CBIയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ദിവിഷ്.